ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നിൽക്കുന്നത് ലാസ്റ്റ് പൂരം എന്ന് പറയും. പാലക്കാടിൻ്റെ ലാസ്റ്റ് പൂരം എന്ന് പറയുന്ന പൂരമാണ്. ഈ മഴയത്താണ് കേട്ടോ ഇവിടെ പൂരം. കണ്ണമ്പറ പൂരം എന്ന് പറയും. ഭയങ്കര അടിപൊളി പൂരമാണ്. മഴയാണ്, മൊത്തം മഴയാണ്. കണ്ടില്ലേ, ഗുണ്ടും കുറ്റിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് മഴയത്ത് കൂടെ വെച്ചിട്ടുള്ള ഗംഭീര പൂരമാണ്. ഇത് ഭയങ്കര കേമായിട്ടുള്ള പൂരമാണിത്. നോക്കണത് ഇതൊരു ദേശത്തിൻ്റെ ഇങ്ങനെ പന്തലാണ്. ഇതങ്ങനെ ഒരു ദേശത്തിൻ്റെ പന്തൽ, ഒരു ദേശത്തിൻ്റെ പന്തൽ അപ്പുറത്തുണ്ട്. ഗംഭീര പൂരം എന്ന് പറഞ്ഞാൽ ഗംഭീര പൂരമാണെന്ന് പറഞ്ഞു. പാടത്ത് കൂടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് ഗുണ്ടുകളൊക്കെ. അടിപൊളിയുണ്ട് കേട്ടോ. ക്ഷേത്രം ഇത് അവിടെയാണ്. ക്ഷേത്രം ആ സൈഡിലാണ് ക്ഷേത്രം വരുന്നത്. ഇത് അവിടെയാണ് യന്ത്രൂഞ്ഞാൽ. അത് മഴയത്തെ ആൾക്കാർ ഇങ്ങനെ കറങ്ങണുണ്ടോ. ഫുള്ള് മഴ പ്രതീതിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ആളുകൾക്ക് വളരെ സന്തോഷമാണ്. ചില സ്ഥലത്ത് ഇത്ര മഴ പെയ്ത ആൾക്കാർ വരും കൂടിയില്ല. പക്ഷേ ഇവിടെ എല്ലാവരും ഇങ്ങനെ അടിപൊളിയാണ്. ഇങ്ങനെ കാര്യങ്ങൾ അടിപൊളിയായിട്ട് ഇങ്ങനെ പോകണു. ഹാപ്പിയാണ് ആൾക്കാർ. ഇതോടുകൂടി പൂരം കഴിഞ്ഞു. ഇതിൻ്റെ അങ്ങനെ കാര്യങ്ങളാണ്. ഓക്കെ, ഇത് വീണ്ടും മഴ പെയ്തു കേട്ടോ. അപ്പോൾ കൊട്ടുകാരൊക്കെ ഇനിയിപ്പോൾ കയറും അങ്ങോട്ട്. നമ്മുടെ ഇവിടേക്ക് കയറും. ഇവിടെ സ്റ്റേജുകൾ പിന്നെ ഇതാണല്ലേ വേറൊരു ഷെഡ് പോലെ കാണാനുണ്ട്. അവിടേക്ക് കയറി നിൽക്കുന്നുണ്ട് ആൾക്കാർ. കയറി നിൽക്കുന്നുണ്ട് ഇപ്പോൾ ആൾക്കാരൊക്കെ. എന്നാലും നല്ല ഹാപ്പി ആയിട്ട് തന്നെ കേട്ടോ ഇരിക്കുന്നത്. പന്തലിൻ്റെ ലൈറ്റ് കണ്ടു നിങ്ങൾ? അടിപൊളിയായിരിക്കണം കേട്ടോ. അത് കേമം തന്നെ. അത് പല ലൈറ്റുകളും മിന്നി മിന്നി മാറി മറിയാണല്ലോ. അത് മഴ ഒന്ന് കുറഞ്ഞായിരുന്നു. വീണ്ടും ശക്തമായ മഴ കേട്ടോ. അതൊന്നും വക വെക്കേണ്ട കണ്ടില്ലേ. കുഞ്ഞു കുട്ടികളും വയസ്സായിട്ടുള്ള ആൾക്കാരും ഒക്കെ മഴയത്ത് വീണ്ടും വന്നുകൊണ്ടിരിക്കുക കേട്ടോ. മഴ ശക്തമായ കാരണം ഒരു ദേശത്തിൻ്റെ ആൾക്കാർ സ്റ്റേജിൻ്റെ മുകളിലേക്ക് കയറിയിട്ടോ. ആളുകളൊക്കെ അവിടെ ഇരിക്കാൻ അവർക്ക് കൊട്ടാൻ അങ്ങനെ പറ്റുന്നില്ല. ഇത് തിരുവമ്പാടിയിലത്തെ ദ്വീപും അല്ലേ, കുറുങ്കുഴലിൻ്റെ ആ കാണുന്നത്. ശരി, തൃശ്ശൂർ പൂരത്തിൻ്റെ മൊത്തം ആൾക്കാരും ഇങ്ങോട്ട് പുറപ്പെട്ടൂലേ. പൂരം കഴിഞ്ഞതും ഇവിടെ എത്തി. പിന്നെ കൊട്ട് കേമാവാണ്ടിരിക്കുമോ. ആളുകളെയൊക്കെ കുറച്ചിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാൻ വളരെ സൗമ്യമായിട്ട് അവർ പറയുന്നുണ്ട്. ആളുകളെ ഇത് അനുസരിക്കുന്നുണ്ട് കേട്ടോ. ആ കൊട്ടണ ദേശത്തിൻ്റെ ആനകളാണ് കേട്ടോ അത്. അടിയിൽ ആനപ്പൂരം. ആനകളൊക്കെ ഇങ്ങനെ ആ കൊട്ടിനനുസരിച്ചിട്ട് ഇങ്ങനെ ചെവിയൊക്കെ ഇങ്ങനെ ആക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ അമ്പലം. ഒരു നാടൻ കൊട്ടാണല്ലോ കേൾക്കണത്. കൊട്ടുകാർ, നാടൻ കൊട്ടുകാരുണ്ട് കേട്ടോ അവിടെ. അവരിങ്ങനെ തകർക്കുന്നുണ്ട് ഇങ്ങനെ. അവരുടെ അടുത്ത് എന്തോ പ്രത്യേക സൈസ് കുഴലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെണ്ടകളൊക്കെ, പ്രത്യേക ചെണ്ടകളൊക്കെ ഉണ്ട് അവരുടെ അടുത്ത്. അത് വെച്ചിട്ട് കേമായിട്ട് ഇങ്ങനെ കൊട്ടുണ്ടല്ലോ. ഇത് അടുത്ത ദേശത്തിൻ്റെ പൂരാണ് കേട്ടോ. ഇത് കാവ് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മഴ തോർന്നപ്പോൾ കൊട്ടുകാരൊക്കെ ഇറങ്ങി കൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ടല്ലേ. അടിപൊളിയായിട്ട് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ഫ്രീക്കന്മാരും ഒക്കെ ഉണ്ട്. അടിപൊളി തന്നെയാണ് കേട്ടോ കാര്യങ്ങൾ. കൊട്ടുകാർ ഇതങ്ങനെ ഇറങ്ങി കൊട്ടണേ ഉള്ളൂ. അപ്പോൾ കൊട്ടി തുടങ്ങണേ ഉള്ളൂ. ഒരു മുണ്ടൊക്കെ ഒന്നും കൂടി മേൽമുണ്ടൊക്കെ എടുത്ത് ഒന്നുകൂടി സെറ്റപ്പ് ആവാണ്. ആരാ വരുന്നത്? തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രമാണിയല്ലേ ഇത്? അനിയന്മാരാര്? അനിയേട്ടൻ അങ്ങോട്ട് വന്ന് നിൽക്കണു. ചെണ്ടൊക്കെ ഇതാ കൊടുന്ന് കൊടുക്കുകയാണ് കേട്ടോ. അനിയേട്ടൻ്റെ കയ്യിലേ ചെണ്ട കൊടുന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു തൃശ്ശൂർ പൂരം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നില്ല. വാരല്ലേ അത്? വാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ശരി, തൃശ്ശൂർ പൂരം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദേശത്തിൻ്റെ ഒപ്പം നാടൻ കൊട്ടുകളും ഉണ്ട് കേട്ടോ. അവരുടേതായിട്ടുള്ള നാടൻ കൊട്ട് ടീമുകളായിരിക്കും അത്.
പാരമ്പര്യമായിട്ടുള്ള വല്ല കുട്ടികളൊക്കെ ആയിരിക്കും. എന്തായാലും അവർ തകർക്കുന്നുണ്ട്. ഇതാരൊരു മാമൻ, നല്ല പ്രായമായിട്ടുള്ള മാമനാട്ടോ. ഇലത്താളം വെച്ചിട്ട് ഇങ്ങനെ താളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹു കേമൻ തന്നെ കേട്ടോ അദ്ദേഹം. സമ്മതിക്കുന്ന ആളെ, ഈ പ്രായത്തിലും ഈ മഴയൊന്നും വക വയ്ക്കാതെ ഈ പുളി തന്നെയാണ് കേട്ടോ. കണ്ണമ്പ്ര പൂരം എന്ന് പറഞ്ഞാ എളുപ്പല്ല. മഴയ്ക്കൊരു വെക്കാനായിട്ട് കിട്ടിയപ്പോഴേ വെട്ടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നല്ല കിട്ടില്ല വെട്ടിക്കെട്ട്, മുട്ടണ്ടാണ്ട്. ചക്കയുടെയും മാങ്ങയുടെയും പൂരായ കണ്ണമ്പ്ര പൂരം ഇനി അടുത്ത കൊല്ലം കാണാം. എൻ്റെ ചാനലായ സുഭാഷ് ഓൾവേസ് ഫ്രീ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.